Good morning everyone. In the previous video we discussed about an introduction to measurement of systematic risk. We have also seen the meaning of beta. Beta is actually a value that shows or measures the systematic risk of a particular investment. We know the fact that systematic risk is uncontrollable, it is undiversifiable. Still, it is very important to measure the systematic risk or the beta. Why? Because only if we know the element of systematic risk or the amount of systematic risk, then only we will get an idea about the return or the rate of return that we should expect from a particular investment. അപ്പോൾ എത്രയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ആ ഒരു തോതിൽ തന്നെ നമുക്ക് അത്രയും ഒരു സിസ്റ്റമാറ്റിക് റിസ്ക് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഒരു റിട്ടേൺ നമ്മൾ തീർച്ചയായിട്ടും നമ്മളുടെ റിട്ടേണിൽ നമുക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. So we should definitely have a clear cut idea about how much systematic risk is associated with a particular investment. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് വെക്കുക. നമുക്ക് കൺട്രോൾ ചെയ്യാനോ കുറയ്ക്കാനോ ഒന്നും സാധിക്കില്ലെങ്കിൽ പോലും നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്കിനെ മെഷർ ചെയ്യണം. ബിക്കോസ് മെഷർ ചെയ്ത് അത് എത്രയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എത്രത്തോളം റിട്ടേൺ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് വേണമെന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു മെഷറാണ് ഏത് ബീറ്റ എന്ന് പറയുന്നത്. സോ ഇൻ ദിസ് പർട്ടിക്കുലർ വീഡിയോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് how to calculate the systematic risk or how to measure the beta of a particular investment using correlation method. Correlation method യൂസ് ചെയ്ത് എങ്ങനെയാണ് സിസ്റ്റമാറ്റിക് റിസ്ക് മെഷർ ചെയ്യുന്നതെന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പോൾ കോറിലേഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സിസ്റ്റമാറ്റിക് റിസ്ക് അല്ലെങ്കിൽ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ഈ ഒരു ഫോർമുല ഓർത്ത് വെച്ചാൽ മതി. ബീറ്റ ഈസ് ഈക്വൽ ടു RIM ഇൻറ്റു സിഗ്മ I ഇൻറ്റു സിഗ്മ M ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ സ്ക്വയർ M. So you can see two things I and M here. ഈ I എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി പർട്ടിക്കുലർ ഷെയർ ഓർ സ്റ്റോക്ക് ഇൻ വിച്ച് വി ആർ ഇൻവെസ്റ്റഡ്. M എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാർക്കറ്റ് ഇൻ വിച്ച് ദാറ്റ് പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ട്രേഡഡ് ഓൺ. I എന്ന് പറയുന്നത് നമ്മൾ എന്തിലാണോ ഇൻവെസ്റ്റ് ചെയ്തത് ആ പർട്ടിക്കുലർ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ ആ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് അതിനെയാണ് I സൂചിപ്പിക്കുന്നത്. M എന്ന് പറയുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് മാർക്കറ്റിലാണോ പ്ലേ ചെയ്യുന്നത് ആ പർട്ടിക്കുലർ മാർക്കറ്റിനെയാണ് M സൂചിപ്പിക്കുന്നത്. നൗ വി ക്യാൻ സീ ഇൻ ഡീറ്റെയിൽ. ഈ ബീറ്റ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റമാറ്റിക് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളൊരു ഷെയർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ സോ ബീറ്റ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഷെയർ ഈസ് ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഷെയർ ഓഫ് ദി കമ്പനി. ഈ RIM എന്ന് പറയുന്നത് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഈ എന്തിൻ്റെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ്? Iൻ്റെയും Mൻ്റെയും. I ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്, M മാർക്കറ്റിനെയാണ്. സോ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് R ഈസ് ദ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് ഓഫ് റിട്ടേൺ ഓൺ ദി ഷെയർസ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺ വിത്ത് ദ റിട്ടേൺ ഓൺ ദ മാർക്കറ്റ്, മൊത്തത്തിലുള്ള മാർക്കറ്റ്. സിഗ്മ I എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി റിട്ടേൺ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ സ്റ്റോക്ക്. സിഗ്മ M എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് റിട്ടേൺ ഓഫ് ദി മാർക്കറ്റ് ഇൻഡെക്സ്, പൊതുവേ ആ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റിട്ടേണിൻ്റെ. സിഗ്മ സ്ക്വയർ M എന്ന് പറഞ്ഞാൽ വേരിയൻസ് ഓഫ് ദി റിട്ടേൺസ് ഓഫ് ദി മാർക്കറ്റ്. അപ്പോൾ പ്രധാനമായിട്ടും R കോറിലേഷൻ കോഎഫിഷ്യൻറ്റും സിഗ്മ എമ്മും സിഗ്മ ഐയും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ബീറ്റ ഓർ ദ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് എ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ബി ഈസിലി കാൽക്കുലേറ്റഡ്. അപ്പോൾ ഈ മൂന്ന് ഫോർമുലകൾ കൂടി നമ്മൾ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. R കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ N ഇൻറ്റു സിഗ്മ XY. ഈ N എന്ന് പറയുന്ന നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആണ് വിച്ച് വിൽ ബി ഗിവൻ ഇൻ ദ ക്വസ്റ്റ്യൻ. N ഇൻറ്റു സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഹോൾ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് N ഇൻറ്റു സിഗ്മ X സ്ക്വയർ മൈനസ് സിഗ്മ X ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് N ഇൻറ്റു സിഗ്മ Y സ്ക്വയർ മൈനസ് സിഗ്മ Y ഹോൾ സ്ക്വയർ. അപ്പോൾ അതിലൊന്ന് ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ M എന്ന് പറയുന്നത് മാർക്കറ്റിനെയും I എന്ന് പറയുന്നത് നമ്മളുടെ പർട്ടിക്കുലർ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ക്വസ്റ്റ്യനിൽ നമുക്ക് തരുന്ന എക്സും വൈയും വാല്യൂകൾ, എക്സ് എപ്പോഴും മാർക്കറ്റിനെ സൂചിപ്പിക്കുന്ന വാല്യൂകളായിരിക്കും എക്സ്. വൈ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഷെയറിനെ സൂചിപ്പിക്കുന്ന വാല്യൂകളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സിഗ്മ M എന്ന് പറയുന്നത് റൂട്ട് ഓഫ് N ഇൻറ്റു സിഗ്മ
എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ ആണ്. ഈ വാല്യൂ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ നമുക്ക് സിഗ്മ എം കിട്ടും. സിഗ്മ ഐ എന്ന് പറയുന്നതോ എക്സിൻ്റെ പകരം ഇവിടെ വൈ ആണ്. ശ്രദ്ധിക്കുക, റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ എൻ സ്ക്വയർ. ഇതിൻ്റെ വാല്യൂ കണ്ടിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ നമുക്ക് സിഗ്മ ഐയും കിട്ടി. സിഗ്മ ഐയും സിഗ്മ എമ്മും ആറും ഉണ്ടെങ്കിൽ സിഗ്മ എം വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്താൽ സിഗ്മ എം സ്ക്വയറും കിട്ടി. സോ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ട എല്ലാ ഐറ്റംസും നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നമുക്ക് കോറിലേഷൻ കാണാം, മെത്തേഡിലൂടെ ബീറ്റ കാൽക്കുലേറ്റ് ചെയ്യാനും പറ്റും. നൗ വി ക്യാൻ സി എ പർട്ടിക്കുലർ പ്രോബ്ലം. ഇത് വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ്ലി ഗിവൺ ഒരു പ്രോബ്ലം ആണ്. ഒന്ന് ശ്രദ്ധിക്കുക. അലക്സ് ഈസ് കൺസിഡറിങ് ഇൻവെസ്റ്റിംഗ് ഇൻ ABC Limited. The correlation coefficient between the company's return and the return on the market is 0.935. Correlation coefficient directly തന്നിട്ടുണ്ട്. Standard deviation of the returns of the stock sigma I 14.96 അതും തന്നിട്ടുണ്ട്. The standard deviation of the returns of the market sigma M, that is 10.11, that is also given. Calculate the systematic risk. So we know the formula beta is equal to this. So these are the given information in the question. Correlation coefficient is given, sigma I is given, sigma M is given. So everything needed for the calculation of beta except sigma square M is not there. We need to find out sigma square M, that is 102.21. Now everything is there, just we need to substitute it. Beta is equal to 1.384. ഇതാണ് നമ്മുടെ സിസ്റ്റമാറ്റിക് റിസ്ക് അസോസിയേറ്റഡ് വിത്ത് ദിസ് പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇഫ് ബീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ആൻ അഗ്രസീവ് ഷെയർ എന്നുള്ളത്. ലെസ് ദാൻ 1 ആയിരുന്നെങ്കിൽ ഡിഫെൻസീവ് ഷെയർ ആണെന്നും പറയാം. ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, സോ ഇറ്റ്സ് ആൻ അഗ്രസീവ് ഷെയർ. വി ആർ ജസ്റ്റ് ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ദ സിസ്റ്റമാറ്റിക് റിസ്ക്. നെക്സ്റ്റ് വി ക്യാൻ സീ അനദർ പ്രോബ്ലം. The monthly return data in percent of ACC stock and the BSE index is given below. Calculate the ACC stocks systematic risk എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഓരോ മാസത്തെയും ACC സ്റ്റോക്ക് ആ ഷെയറിൻ്റെ അവരുടെ ഒരു റിട്ടേൺ തന്നിട്ടുണ്ട്. ആ മൊത്തത്തിലുള്ള മാർക്കറ്റ്, ദിസ് ACC സ്റ്റോക്ക് ഈസ് ട്രേഡഡ് ഓൺ ദി BSE സ്റ്റോക്ക് ഇൻഡെക്സ്. അപ്പോൾ ആ മാർക്കറ്റിൻ്റെ ഇതും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റിൻ്റെ വാല്യൂസ് എല്ലാം എന്താണ്? എക്സ് വാല്യൂകളാണ്. ഇതാണ് നമ്മൾ എക്സ് വാല്യൂകൾ. വൈ വാല്യൂകൾ ഷെയർ ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂകളാണ്. ആ വൈ വാല്യൂകളും എക്സ് വാല്യൂകളും നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് വാല്യൂസ് ഓഫ് മാർക്കറ്റ് ആൻഡ് വൈ വാല്യൂസ് ഓഫ് ഷെയർസ് ഈസ് ഗിവൺ. നൗ നമുക്ക് ഫോർമുല അറിയാം. ബീറ്റയുടെ ഫോർമുല ഇതാണല്ലേ. ആ ഫോർമുല നമുക്കറിയാം. നമ്മൾ സിസ്റ്റമാറ്റിക് റിസ്ക് ഓഫ് ACC സ്റ്റോക്കാണ് കണ്ടുപിടിക്കേണ്ടത്. കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് നമുക്ക് വേറെ ഇൻഫോർമേഷൻസ് ഒന്നും തന്നിട്ടില്ല, ഇത്രേ തന്നിട്ടുള്ളൂ. നമുക്ക് ഇനി കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് കാണണം, സിഗ്മ ഐ കാണണം, സിഗ്മ എം കാണണം, സിഗ്മ സ്ക്വയർ എം കാണണം. എന്നാൽ മാത്രമേ നമുക്ക് ബീറ്റ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഫോർമുല നമ്മൾ എഴുതി. ഫോർമുലസ് നമുക്കെല്ലാം എഴുതിയെന്ന് വെക്കാം. R ഈസ് ഈക്വൽ ടു, ഇതൊക്കെയാണ് ഫോർമുലകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. സിഗ്മ എം എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെയാണ്, എക്സ് വാല്യൂകളാണ്. സിഗ്മ ഐ എന്ന് പറയുന്നത് ഷെയറിൻ്റെയാണ്, വൈ വാല്യൂകളാണ്. അപ്പോൾ നമുക്കറിയാവുന്ന ഫോർമുലാസൊക്കെ നമ്മളൊന്ന് എഴുതി. അടുത്തതായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ടേബിൾ അങ്ങ് റെഡിയാക്കാൻ പോവാണ്. ACC റിട്ടേണുകൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് വൈ വാല്യൂസ് ആണ്, അതിവിടെ എഴുതി. BSE ഇൻഡെക്സിൻ്റെ എക്സ് വാല്യൂസ് നമ്മൾ അതും ഇവിടെ എഴുതി, എക്സ്. സോ അതാണ് ഞാൻ മാർക്കറ്റിൻ്റെ എക്സ് വാല്യൂ, ഷെയറിൻ്റേത് വൈ വാല്യൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ സിഗ്മ വൈ, ആ വൈ എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ് എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. സിഗ്മ വൈയും സിഗ്മ എക്സും ഇതാണ്. നമ്മൾ എന്നിട്ട് വൈ സ്ക്വയർ കണ്ടുപിടിച്ചു. 8.53 സ്ക്വയർ ഇത് കിട്ടി, 9.65 സ്ക്വയർ ഇത് കിട്ടി, 12.25 സ്ക്വയർ ഇത് കിട്ടി. അങ്ങനെ നമ്മൾ വൈ സ്ക്വയർ വാല്യൂസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സിഗ്മ വൈ സ്ക്വയറും അതെല്ലാം കൂടി ആഡ് ചെയ്ത് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ 7.56 സ്ക്വയർ 57.15, 8.46 സ്ക്വയർ 71.57, അങ്ങനെ എക്സ് സ്ക്വയർ എല്ലാത്തിൻ്റെയും നമ്മൾ ഇതിൻ്റെ ഒക്കെ സ്ക്വയർ ചെയ്ത് നമ്മൾ അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ സിഗ്മ എക്സ് സ്ക്വയർ വാല്യൂ നമ്മളുടെ കയ്യിലുണ്ട്. അടുത്ത് നമുക്കൊരു വാല്യൂ കൂടി വേണം, എക്സ് വൈ. എക്സ് ഇൻറ്റു വൈ 8.53 ഇൻറ്റു 7.56, you will get 64.49. 9.65 ഇൻറ്റു 8.46, you will get 81.64. അങ്ങനെ എക്സ് ഇൻറ്റു വൈ അത് നമ്മൾ കണ്ടുപിടിച്ചു. സിഗ്മ എക്സ് വൈയും നമ്മുടെ കയ്യിലുണ്ട്. സോ വി ഹാവ് മെയ്ഡ് സം കാൽക്കുലേഷൻ ഇൻ ദിസ് ടേബിൾ. അടുത്തത് നമുക്ക് കോറിലേഷൻ കോയിഫിഷ്യൻറ്റിലേക്ക് പോകാം. R ഈസ് ഈക്വൽ ടു N ഇൻറ്റു സിഗ്മ എക്സ് വൈ. ഇതാണ് നമ്മളുടെ ഫോർമുല അല്ലേ. അപ്പോൾ ഇവിടെ N എത്രയാണ്? 1, 2, 3, 4, 5, 6, 6 മാസമാണ്. N 6 ആണ്. അപ്പോൾ നമുക്ക് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം.
എൻ 6 ആണ്. സിഗ്മ എക്സ് വൈ നമുക്ക് കണ്ടിട്ടുണ്ട് 606.76, അതിവിടെ കൊടുത്തു. മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ. സിഗ്മ എക്സ് 59.74 ആണ്, സിഗ്മ വൈ 59.83 ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അടുത്തത് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ എന്ന് പറയുന്നത് 6 ആണ്. സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് സ്ക്വയർ എത്രയാണ്? എക്സ് സ്ക്വയറിൻ്റെ സമ്മ് 611.68 മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. സിഗ്മ എക്സ് എന്ന് പറയുന്നത് 59.74 ആണ്, അതിൻ്റെ സ്ക്വയർ മൾട്ടിപ്ലൈഡ് വിത്ത് റൂട്ട് ഓഫ് എൻ എന്ന് പറയുന്നത് 6 ആണ് ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ. വൈ സ്ക്വയറിൻ്റെ സം എത്രയാണ്? 630.23 ആണ്, മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ എത്രയാണ്? 59.83 ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമ്മൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we will get R is equal to correlation coefficient is equal to 0.46. അപ്പോൾ നമ്മൾ ബീറ്റ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള R കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 0.46. നെക്സ്റ്റ് വി നീഡ് ടു കാൽക്കുലേറ്റ് സിഗ്മ എം ആൻഡ് സിഗ്മ ഐ. സിഗ്മ എമ്മിൻ്റെ ഫോർമുല നമുക്കറിയാം, മാർക്കറ്റ് ഇൻഡെക്സ്, മാർക്കറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്, അത് എക്സ് ആണ്, ഇത് വൈ ആണ്. നമുക്ക് ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂസ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച് തന്നെയാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ്. We will get sigma m as 1.68 and we will get sigma I as 2.37. Please go through it. അപ്പോൾ നമുക്ക് സിഗ്മ എം എങ്ങനെ കിട്ടി, സിഗ്മ ഐ ഇത് കിട്ടി. നമ്മൾ ഈ വാല്യൂസൊക്കെ നമ്മൾ ടേബിളിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അങ്ങനെ നമുക്ക് ഈ വാല്യൂസ് കിട്ടി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ബീറ്റ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഇത്രയും ഇൻഫോർമേഷൻസ് നമ്മുടെ കയ്യിലുണ്ട്. ആറ് നമ്മൾ കണ്ടുപിടിച്ചു, ഐ നമ്മൾ കണ്ടുപിടിച്ചു, സിഗ്മ ഐ കണ്ടുപിടിച്ചു, സിഗ്മ എം കണ്ടുപിടിച്ചു. സിഗ്മ എം 1.68 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ ചെയ്താൽ നമുക്ക് സിഗ്മ സ്ക്വയർ എം കിട്ടി. സോ ബീറ്റ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻ ഇറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് സിഗ്മ ബീറ്റ ആസ് 0.66. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1. സോ ആ ഒരു ACC സ്റ്റോക്ക് എന്ന് പറയുന്നത് അതൊരു ഡിഫെൻസീവ് കൈൻഡ് ഓഫ് ഷെയർ ആണ്. So that's all about correlation method. This is how easily we can calculate the systematic risk or beta by using correlation method. Thank you.